ഹരിയേട്ടാ, എന്റെ മാനസികാവസ്ഥ ഹരിയേട്ടൻ ഊഹിക്കാലോ. എന്റെ മാത്രമല്ല, എന്റെ മക്കളുടെ. ഞങ്ങൾ എങ്ങനെ വീടിന് പുറത്തിറങ്ങും? ഞാനൊരു കോളേജ് അധ്യാപികയായിരുന്ന ആളാ. ഞാൻ പഠിപ്പിച്ച സ്റ്റുഡൻസ് എന്നെ കാണുമ്പോ എന്തായിരിക്കും ചിന്തിക്കുന്നത്? വേണ്ട, മറ്റുള്ളവരുടെ കാര്യം വിടാം. പക്ഷേ എന്റെ മനസാക്ഷിയെ ഞാൻ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കും? കാര്യങ്ങളിനറിയാലോ, രജനീശയുടെ കല്യാണം തന്നെ ഏതാണ്ട് ആലങ്കോലമായ രീതിയിലാണ് നടന്നേ. അപ്പൊ പോലും അച്ഛൻ വ്യക്തമായും ഇടപെട്ടിട്ടില്ല. വാ തുറന്നൊന്നും പറഞ്ഞിട്ടുമില്ല. ഞാൻ 10,000 വട്ടം പറഞ്ഞതാ, എന്ത് കാര്യമാണെങ്കിലും ധൈര്യമായിട്ട് എന്നോട് പറയാമെന്ന്. എന്താണെങ്കിലും ഞാനത് സഹിച്ചോളാമെന്ന്. എനിക്കറിയണം എന്താ സംഭവിച്ചതെന്ന്. അതിനുള്ള അവകാശം ഭാര്യ എന്ന നിലയിൽ എനിക്കില്ലേ? മക്കളെന്ന നിലയ്ക്ക് നന്ദനും രജനിക്കുമില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. സിദ്ധു, ഇവിടെ ഇരയാക്കപ്പെട്ടിരിക്കുന്നത് താനോ ആ തനൂജയോ അല്ല, ഇവരാണ്. സിദ്ധു എന്തൊക്കെ ന്യായം പറഞ്ഞാലും നീതി കിട്ടേണ്ടത് ഇവർക്കാണ്. അങ്കിൾ, ഞാനൊരു കാര്യം പറയാം. മിണ്ടിപ്പോരുത്. നിനക്കിവിടെന്താ കാര്യം? കയറിപ്പോ. പ്രഭ, ഹരിയേട്ടാ, സിദ്ധുവിനെ ന്യായീകരിച്ച് കാര്യങ്ങൾ ഇതുവരെ എത്തിച്ചത് ഇവളാ. ഞങ്ങൾ വീട്ടുകാർ സംസാരിക്കുന്നതിനിടയ്ക്ക് നീ വേണ്ട. അത് പ്രഭയല്ല തീരുമാനിക്കേണ്ടത്. എന്നോടുള്ള ദേഷ്യം ഇവളോട് തീർക്കണ്ട. കണ്ടില്ലേ, അച്ഛനെ പറഞ്ഞാൽ മകൾ ഇടപെടും, മകളെ പറഞ്ഞാൽ അച്ഛനും. ഹരിയേട്ടാ, ഇങ്ങനെ ബഹളം ഉണ്ടാക്കാനാണെങ്കിൽ നമുക്ക് പിന്നീട് സൗകര്യം പോലെ സംസാരിക്കാം. അവിടെ ഇരിക്കടോ. വേണ്ട ഹരിയേട്ടാ, ഇരിക്കടോ. പ്രഭേ, ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ബഹളം വയ്ക്കുന്നത് ശരിയല്ല. എങ്ങനെ ബഹളം ഉണ്ടാക്കാതിരിക്കും അങ്കിളെ? അമ്മ പറഞ്ഞതുപോലെ നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ വയ്യാതായി. ആ തനുജ, അവൾ ഇവിടെ വന്നത് പോട്ടെ, ഗിരീഷേട്ടന്റെ കുടുംബത്തിലും പോയി ബഹളം ഉണ്ടാക്കി. ചേച്ചിക്ക് പിന്നെ അവിടെ എന്ത് വില കിട്ടും? അതിനിടെ ഇവിടെയുള്ള ആളുകൂടി തെറ്റ് ചെയ്ത ആളിന് വേണ്ടി വാദിച്ചാ പൊട്ടിത്തെറിച്ചു പോവും. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.